കൗതുകകരമായ ഒരു കാര്യം കൂടിയാണ്. ഒരുപക്ഷെ ആന ഒറ്റയ്ക്കല്ല, 4 പേർ കൂടെയുണ്ട്. ആനയെ സംബന്ധിച്ച് ഇത് ആക്രമിക്കാനാണോ രക്ഷിക്കാനാണോ എന്നൊന്നും മനസ്സിലാവില്ലല്ലോ. എന്തായാലും 4 പേരുടെ കൂട്ടിലാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇനി ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് ഈ ദിവസം വളരെ കൗതുകത്തോടെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അതേസമയം ഇന്നലെ രാത്രി ഇതുപോലൊരു രക്ഷാദൗത്യം നമ്മൾ കണ്ടു. അത് മലപ്പുറം ഊർങ്ങാട്ടീരിയിൽ നിന്നായിരുന്നു. കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി കാട്ടിലേക്ക് പോയ കൊമ്പൻ തിരിച്ചു വരാതിരിക്കാൻ, മറ്റേ കൊമ്പനെ താഴേക്ക് കൊണ്ടുവരാനാണ് ശ്രമിച്ചതെങ്കിൽ ഈ കൊമ്പൻ തിരിച്ചു വരാതിരിക്കാൻ നടപടികൾ ശക്തമാക്കുകയാണ് വനം വകുപ്പ്. വനാതിർത്തിയിൽ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. ആന തിരിച്ചു വരുമെന്ന സൂചന ലഭിച്ചാൽ വനാതിർത്തിയിൽ കുങ്കിയാനകളെ നിയോഗിക്കും. അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകുന്നത്. അനീഷ്, ഇന്നലെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ ആന തിരിച്ചിറങ്ങി വരുമോ എന്ന പേടിയിലാണ്. ഇപ്പോ നാട്ടുകാരുടെ എങ്ങനെയാണ് വനം വകുപ്പ് സമാധാനിപ്പിക്കുന്നത്? ഈ ആന തിരിച്ചു വരാതിരിക്കാൻ എന്തൊക്കെ ശ്രമങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? ശ്രീജ, നമ്മൾ മുമ്പ് ആതിരപ്പള്ളിയിൽ കണ്ട പോലെ ഇനിയിപ്പോൾ കാട്ടിലേക്ക് പോയ ശേഷം കൂട്ടമായി മറ്റ് ആനകളെയും കൂട്ടി തിരിച്ചു വരുമോ എന്നടക്കമുള്ള പല ആശങ്കകളും ഇന്നലെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും രേഖപ്പെടുത്തിയിരുന്നു. അവർ 20 മണിക്കൂറോളമാണ് ഈ ആനയെ പുറത്തേക്ക് എത്തിക്കുന്ന ദൗത്യം വൈകിപ്പിച്ചത്. കാരണം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ കാട്ടാനക്കൂട്ടം ഈ മേഖലയിൽ വലിയ നാശം വിതയ്ക്കുന്നു, അവരുടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നു, ആളുകളുടെ ജീവനും സ്വത്തിനുമൊക്കെ ഭീഷണിയായി മാറുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ഉൾക്കാട്ടിലേക്ക് അയക്കണം, അതിൽ കുറഞ്ഞ ഒരു ഒത്തുതീർപ്പിനും തയ്യാറില്ല എന്ന ഒരു നിലപാടിൽ ഉറച്ചുനിന്നത്. പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞതോടെ ആനയുടെ ആരോഗ്യനില മാറുന്നു. വനംവകുപ്പിലെ ഡോക്ടർമാർ ആനയെ പുറത്തു നിന്ന് പരിശോധിക്കുമ്പോഴും അതിൻ്റെ ആരോഗ്യനിലയിൽ കാര്യമായ ശോഷണം ഉണ്ടായി എന്ന് കണ്ടെത്തുന്നു. ഇതിനുശേഷം പിന്നീട് മാരത്തോൺ ചർച്ചകളാണ് സബ് കളക്ടറുടെയും DFOയുടെയും ഒക്കെ നേതൃത്വത്തിൽ നാട്ടുകാരോട് നടത്തിയത്. സ്ഥലത്തെ വൈദികരടക്കമുള്ള മറ്റ് പ്രധാന നേതാക്കളെയൊക്കെ ഇടയ്ക്ക് ഈ സന്ധി സംഭാഷണത്തിന് നിയോഗിക്കുന്നു. അങ്ങനെ ആനയുടെ ഒരു ആരോഗ്യനിലയെപ്പറ്റി കൃത്യമായൊരു വിവരം നാട്ടുകാർക്ക് നൽകുകയും ഇനി വൈകിയാൽ ആന ചത്തുപോകും എന്ന കാര്യം കൃത്യമായി തന്നെ അറിയിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഒരു അയവുള്ള സമീപനം സ്വീകരിച്ചത്. ഏറ്റവും പ്രധാനമായി നൽകിയ ഉറപ്പുകൾ എങ്ങനെയാണ്? ഒന്ന്, ഉൾക്കാട്ടിലേക്ക് ആനയെ രാത്രി തന്നെ കയറ്റിവിടും. കാടിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ 24 മണിക്കൂറും വനപാലകരുടെ കൃത്യമായി കാവലുണ്ടാവും. അവർ ഈ തോക്കുകളും മറ്റു പടക്കവും ഒക്കെ ആയിട്ടായിരിക്കും നിൽക്കുക. അതുകൊണ്ട് ആന ആ മേഖലയുടെ തിരിച്ചു വന്നാൽ പടക്കം പൊട്ടിച്ചും മറ്റും വിരട്ടിയൊക്കെ കാട്ടിലേക്ക് തന്നെ തിരിച്ചോടിക്കും. മറ്റൊന്ന്, ആനയുടെ സാന്നിധ്യം പുറത്തേക്ക് വരുന്നു എന്ന് ഉറപ്പാവുന്ന ഘട്ടത്തിൽ കുങ്കിയാനകളെ സ്ഥലത്ത് വിന്യസിക്കും. ഈ കുങ്കിയാനകൾ കാട്ടിനുള്ളിലേക്ക് ആനകളെ തുരുത്തി ഓടിക്കാൻ ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗമാണ്. അതുകൊണ്ട് അത്തരത്തിൽ കുങ്കിയാനകളെ വിന്യസിക്കും എന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഒപ്പം ഈ സ്ഥലമുടമയുടെ കിണർ പൂർണ്ണമായും നശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. കാരണം മറുവശത്തു നിന്നും ഒരു കിടങ്ങ് പോലെ ഉണ്ടാക്കി വലിയ കുഴി തീർത്താണ് ആന ആ വഴിയിലൂടെ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് ആ കിണർ പൂർണ്ണമായും ഉപയോഗശൂന്യമായ അവസ്ഥയാണ്. 1.5 ലക്ഷം രൂപ കിണർ കുഴിക്കാനായി, പുതിയ കിണർ നിർമ്മിക്കാനായി നൽകുമെന്നും അറിയിച്ചു. ആ പണം ഇന്ന് കൈമാറും എന്ന് ഇന്നലെ തന്നെ DFO പറയുകയും ചെയ്തു. ഈ 3 കാര്യങ്ങൾ അംഗീകരിച്ചതുകൊണ്ടാണ് താൽക്കാലികമായി സമരത്തിൽ നിന്നും അവർ പിന്മാറിയത്. ഒപ്പം ഈ വനാതിർത്തിയിൽ അതായത് ആനകളും മറ്റ് ജീവികളുമൊക്കെ ഈ ജനവാസ കേന്ദ്രത്തിലേക്ക് കടക്കുന്ന ഇടത്ത് വൈദ്യുതി വേലികൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഊർജിതമാക്കുമെന്ന് ജില്ലാ ഭരണകൂടവും അറിയിച്ചിട്ടുണ്ട്. ഏതാണ്ട് 1.5 കോടി രൂപ ഇതിനായി ചെലവഴിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വിശദമായ ചർച്ചകൾ ഇന്ന് കളക്ടർ നാട്ടുകാരുമായി നടത്തുകയും ചെയ്യും. എന്തായാലും ഈ ഉറപ്പുകളുടെ ഒരു പിൻബലത്തിലാണ് അവർ ഈ വനംവകുപ്പിന്റെ വാക്ക് വിശ്വസിച്ച് ആനയെ കടത്തിവിടാൻ ഉദ്ദേശിച്ചത്. എന്തായാലും ശ്രമകരമായ ഒരു ദൗത്യമാണ്. 2 മണിക്കൂർ നീളുന്ന 60ഓളം വനപാലകർ ഉൾപ്പെടുന്ന ഒരു ദൗത്യമാണ് നടന്നത്. പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള 100 കണക്കിന് ആളുകൾ അതിൻ്റെ പിന്നണിയിലും പ്രവർത്തിക്കുകയും ചെയ്തു. ആദ്യം 2 വട്ടം ഈ കിടങ്ങിലൂടെ പുറത്തേക്ക് വരാനുള്ള ഒരു ശ്രമം ആനയുടെ ഭാഗത്തു നിന്നും നടത്തിയെങ്കിലും മുൻകാലുകൾക്കൊപ്പം പിൻകാലുകൾ ഉയർത്താൻ പറ്റാതെ വന്നതോടുകൂടി ആനയ്ക്ക് വീണ്ടും കുഴിക്കുള്ളിലേക്ക് അല്ലെങ്കിൽ കിണറിനുള്ളിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ ഈ വനപാലകർക്കടക്കം ഒരു ആശങ്കയുണ്ടായിരുന്നു, ഈ ആനയ്ക്ക് എന്തെങ്കിലും കാര്യമായ പരുക്കൾ ഉള്ളതുകൊണ്ടാണോ പുറത്തേക്ക് എത്താൻ കഴിയാത്തതെന്നൊരു ആശങ്ക വന്നിരുന്നു. തുടർന്ന് ഈ പനമ്പട്ടയും ഓലയും തെങ്ങിൻ്റെ ഓലയും ഒക്കെ നൽകി ഭക്ഷണം എന്ന രീതിയിൽ നൽകിയെങ്കിലും ആ ഭക്ഷണത്തിൻ്റെ ഒരു തരി പോലും എടുക്കാൻ ആന തയ്യാറായില്ല. ഏത് വിധേനയും ഈ കുഴിക്ക് പുറത്തേക്ക് മാറുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലായിരുന്നു ആനയും ഉണ്ടായിരുന്നത്. പിന്നീട് ഈ യന്ത്രക്കൈ, ഈ മണ്ണ് മാന്തി യന്ത്രത്തിൻ്റെ യന്ത്രക്കൈയിൽ പിടിച്ച് പുറത്തേക്ക് വരാനുള്ളൊരു നീക്കം ആനയുടെ ഭാഗത്തുനിന്നുണ്ടായി. അങ്ങനെ നിരവധി തവണ നടത്തിയ പരിശ്രമങ്ങൾക്ക് ഒടുവിലാണ് ആന പുറത്തേക്ക് എത്തിയത്. എന്തായാലും പുറത്തേക്കുള്ള ഓട്ടത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കിയത് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ആനയ്ക്കില്ല എന്നതാണ്. പക്ഷേ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഒരു നിരീക്ഷണം ഇനി
ഇനി നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൃത്യമായി വനംവകുപ്പ് ഒരുക്കിയ ഒരു പാതയിൽ കൂടി തന്നെയാണ് 300 മീറ്റർ നീളമുള്ള ആ മേഖലയിലൂടെയാണ് വനമേഖലയിലേക്ക് ഓടിപ്പോയത്. ഈ ആന പോകുന്ന വഴിയുടെ ഇരുവശത്തും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിലയുറപ്പിച്ചിരുന്നു. അവർ ഈ പടക്കം മറ്റും പൊട്ടിച്ചൊക്കെ ആനയുടെ ഒരു ദിശ കൃത്യമായി നിർണ്ണയിക്കാൻ അവർക്ക് കഴിഞ്ഞു. അങ്ങനെ കാട്ടിലേക്ക് അർദ്ധരാത്രിയോടുകൂടി തന്നെ ആന എത്തിയിട്ടുണ്ട്. വനപാലക സംഘം ഈ അതിർത്തിയിൽ ഇപ്പോഴും കാവൽ നിൽക്കുകയാണ്. പുറത്തേക്ക് വരാനുള്ള എന്തെങ്കിലും സൂചനകൾ ലഭിച്ചാൽ അവിടെ നിന്നും തുരത്തി കാട്ടിലേക്ക് തന്നെ ഓടിക്കും. എന്തായാലും ഈ നിമിഷം വരെ മറ്റ് കാട്ടാനകളോ അല്ലെങ്കിൽ ഈ ഇന്നലെ എത്തിയ കാട്ടാന കൂട്ടങ്ങളോ ഒന്നും ഈ സ്ഥലത്തേക്ക് തിരിച്ചു വരാനുള്ള ഒരു നീക്കം നടത്തുന്നില്ല. 7 ആനകൾ അടങ്ങുന്ന ഒരു കൂട്ടമായിരുന്നു ജനവാസ കേന്ദ്രത്തിൽ മിനിയാന്ന് രാത്രി എത്തിയത്. നാട്ടുകാർ ഈ ആനകളെ പടക്കം പൊട്ടിച്ച് തുരത്തി ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ ആന കിണറ്റിൽ വീണതെന്നാണ് കരുതുന്നത്. എന്തായാലും വനപാലകർ ആ സമയം മുതൽ സ്ഥലത്തുണ്ട്. നിലവിലും ജാഗ്രത ശക്തമായി തുടരുന്നു. വലിയ ആശ്വാസം ഇന്നലത്തേത്. നാട്ടുകാരുടെ പ്രതിഷേധമുണ്ട്. ആനയ്ക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടോ എന്നറിയില്ല. ആനയെ സുരക്ഷിതമായി കരക്കെത്തിക്കണം. അതിനുശേഷം ഇപ്പോൾ കാട്ടിലേക്ക് കയറ്റിവിട്ട ആന തിരിച്ചു വരാതിരിക്കാൻ നോക്കണം. അങ്ങനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഇന്നലത്തെ ദിവസം മലപ്പുറം ഊർങ്ങാട്ടിരിയിൽ വളരെ വളരെ ശ്രമകരമായിരുന്നു. സമാന